നമസ്കാരം, ഞാൻ ഡോക്ടർ സമീർ, ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രമേഹ രോഗികൾ നോമ്പ് കാലത്ത് എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ആദ്യമായി തന്നെ എല്ലാ പ്രമേഹ രോഗികളും നോമ്പ് എടുക്കാൻ സാധിക്കുമോ? ഇല്ല. 3 നേരമോ അതോ 2 നേരം അളവിൽ കൂടുതൽ ഇൻസുലിൻ ഉപയോഗിച്ചാണ് നിങ്ങൾ ഷുഗർ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ HbA1c 3 മാസത്തെ ഷുഗറിൻ്റെ ആവറേജ് 10-ൽ കൂടുതലാണ്, അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായ അസുഖങ്ങളുണ്ട്, അല്ലെങ്കിൽ ഹൃദയത്തിന് പമ്പിങ്ങിന് തകരാറുകളുണ്ട്, അല്ലെങ്കിൽ 6 മാസമോ അതിനു മുന്നെയോ ഹോസ്പിറ്റൽ അഡ്മിഷൻ വേണ്ടി വന്ന രോഗികളാണ് നിങ്ങൾ, അല്ലെങ്കിൽ ഗർഭിണികളായ പ്രമേഹ രോഗികൾ. ഇവരെല്ലാം അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷൻ നോമ്പ് എടുക്കുന്നവർ ഹൈ റിസ്ക് കാറ്റഗറി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആദ്യമായി തന്നെ നോമ്പ് എടുക്കുന്നവർ എന്തെല്ലാം ശ്രദ്ധിക്കണം, എന്തെല്ലാം ഭക്ഷണങ്ങൾ കഴിക്കാം? സ്വതവേ ഫ്രൂട്ട് ജ്യൂസുകൾ, എണ്ണപ്പലഹാരങ്ങൾ, കഞ്ഞി, പത്തിരി തുടങ്ങിയ ഭക്ഷണങ്ങളാണ് എല്ലാവരും കഴിക്കുന്നതായി ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഈ ഭക്ഷണങ്ങളെല്ലാം പ്രമേഹ രോഗികൾ പാടെ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളാണ്. ഫ്രൂട്ട് ജ്യൂസുകൾ പരമാവധി ഒഴിവാക്കുക. കഴിക്കേണ്ട ഫ്രൂട്ട്സുകളായി ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് അടങ്ങിയ ഫ്രൂട്ട്സുകൾ തിരഞ്ഞെടുക്കുക. അതായത് ആപ്പിൾ, പേരയ്ക്ക, പപ്പായ, ചാമ്പയ്ക്ക ഇതുപോലുള്ള ഫ്രൂട്ട്സുകൾ തിരഞ്ഞെടുക്കുക. അതും കട്ട് ചെയ്തുകൊണ്ട് കഴിക്കുക. ഫ്രൂട്ട് ജ്യൂസുകളായി ഒഴിവാക്കുക. മാങ്ങ, തണ്ണിമത്തൻ, പൈനാപ്പിൾ, മുന്തിരി തുടങ്ങിയവ ഒഴിവാക്കുക. ഇവ തീരെ കഴിക്കാൻ പാടില്ലാത്ത ഫ്രൂട്ട്സുകളാണ്. അടുത്തതായി ധാരാളം വെള്ളം കുടിക്കുക. 1-2 ലിറ്റർ തന്നെ വെള്ളം നോമ്പ് തുറന്നതിന് ശേഷം കുടിക്കുക. മൂന്നാമതായി കഞ്ഞി, പത്തിരി തുടങ്ങിയ ഭക്ഷണങ്ങൾ പരമാവധി അളവ് കുറച്ച് അവയുടെ കൂടെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. ചിക്കൻ, എഗ്ഗ്, ഗ്രീൻ പീസ് തുടങ്ങിയ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ അവയുടെ കൂട്ടിൽ ഉൾപ്പെടുത്താൻ നോക്കും. നോമ്പ് തുടങ്ങുന്നതിന് മുന്നേ എന്തെങ്കിലും ഭക്ഷണങ്ങളായി തന്നെ കഴിച്ച് വേണം നോമ്പ് തുടങ്ങാനായിട്ട്. 2 ചപ്പാത്തിയോ കറിയോ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കഴിച്ചിട്ട് വേണം. രാവിലെ കഴിച്ചതിന് ശേഷം മാത്രമേ നോമ്പ് എടുക്കാൻ പാടുള്ളൂ. ഏറ്റവും പ്രധാനമായി മരുന്നും ഇൻസുലിൻ എങ്ങനെ ക്രമീകരിക്കുന്നു എന്നതാണ്. വ്രതം അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ ആവശ്യകത 25 മുതൽ 50% വരെ കുറയും. ചില മരുന്നുകൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഷുഗർ ലെവൽ വളരെ ക്രമാതീതമായി കുറഞ്ഞു പോകാൻ സാധ്യതയുള്ള മരുന്നുകളുണ്ട്. ചില മരുന്നുകൾ കഴിക്കുമ്പോൾ ജലാംശത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ മൂത്രപ്പഴുപ്പ് പോലുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ള മരുന്നുകളുണ്ട്. അതിനാൽ ഈ മരുന്നുകളെല്ലാം കൃത്യമായി എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം, ഇൻസുലിൻ്റെ അളവ് എത്രത്തോളം കുറയ്ക്കണം എന്നുള്ളത് നിങ്ങൾ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഫിസിഷ്യനെ കണ്ട് ക്രമീകരിച്ചതിന് ശേഷം മാത്രമേ പ്രമേഹ രോഗികൾ നോമ്പെടുക്കാൻ പാടുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഭക്ഷണവും ഇൻസുലിനും മരുന്നും ശ്രദ്ധിച്ച് നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് പോലെ തന്നെ ഏറ്റവും ഫലപ്രദമായി വെയിറ്റ് കുറയ്ക്കാനും ഷുഗർ കൺട്രോൾ ചെയ്യാനും പറ്റിയ ഒരു മാസമാണ് റംസാൻ മാസം. പക്ഷേ ഇതെല്ലാം ശ്രദ്ധിച്ചില്ലെങ്കിൽ തന്നെ മൂത്രപ്പഴുപ്പ് പോലുള്ള ഇൻഫെക്ഷനുകൾ, ഷുഗർ കുറഞ്ഞു പോകരുത്, പലവിധ കോംപ്ലിക്കേഷൻ വരാനും സാധ്യതയുണ്ട്. ഇവയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് സന്തോഷകരവും ആരോഗ്യപൂർണ്ണമായ ഒരു റംസാൻ മാസം എല്ലാവർക്കും ആശംസിക്കുന്നു. നന്ദി.